ഏറ്റവും വലിയ വാഴക്കുല കൃഷി ചെയ്തെടുക്കുന്ന ഒരു കുട്ടിക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു സമ്മാനവും സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു സമ്മാനവും ഉണ്ടായിരിക്കും. അവര് മണ്ണിലിറങ്ങി കിളച്ച് അധ്വാനിച്ച് അവർ കൃഷി ചെയ്ത് ആ വിഷമില്ലാത്ത ഫുഡുകൾ നമ്മൾ കഴിച്ചു. അവര് ഇന്ന് നിങ്ങൾ അങ്ങനെയാണോ കഴിക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ അതെങ്ങനെ ഒരു മാസം കൊണ്ട് വിളവെടുക്കാൻ വേണ്ടി അവർ രാസവളങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇട്ട് പെട്ടെന്ന് ഹോർമോണുകൾ ചെയ്തിട്ടുള്ള ഫുഡുകളാണ് നിങ്ങൾ കഴിക്കുന്നത്. അതിന് സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ വന്നേക്കുന്നത് പെനിയൽ സ്കൂളിലാണ് കേട്ടോ. അതിന് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വാഴ, അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റുകൾ താണ്ടെ കുട്ടിയേക്കുന്നത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുറച്ച് തൈകൾ നടിയിക്കുക, അവർക്ക് സമ്മാനം കിട്ടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നാൽ അതിനും ബാക്കിയുള്ള വീഡിയോകളിലോട്ട് പോകാൻ കൂടിയോ. വനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെറിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നമ്മൾക്ക് നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ കാലാവസ്ഥയെ സന്തുലനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് അക്ഷീണമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കുട്ടികൾക്ക് ടിഷ്യൂ കൾച്ചറിലൂടെ വികസിപ്പിച്ചെടുത്ത വാഴവിത്തുകളാണ് കുമാർ നഴ്സറി നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പെനിയൽ സ്കൂളിലാണ് നിൽക്കുന്നത്. 1988 സ്ഥാപിതമായ ഈ പെനിയൽ സ്കൂളിലെ 26-27 അക്കാഡമിക് ഇയറിലെ വേൾഡ് എൻവയോൺമെന്റൽ ഡേയുടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കുമാർ നഴ്സറിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വർഷത്തെ വേൾഡ് എൻവയോൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇളമ്പള്ളൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ, നമ്മുടെ കുമാർ നഴ്സറിയുടെ ഡയറക്ടർ, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, കുഞ്ഞുങ്ങളെ, 100 കുട്ടികൾക്ക് ടിഷ്യൂ കൾച്ചറിലൂടെ വികസിപ്പിച്ചെടുത്ത വാഴവിത്തുകളാണ് കുമാർ നഴ്സറി നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതിൽ അവർ വളരെ മനോഹരമായ ഒരു സമ്മാനവും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ വാഴക്കുല കൃഷി ചെയ്തെടുക്കുന്ന ഒരു കുട്ടിക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു സമ്മാനവും സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു സമ്മാനവും ഉണ്ടായിരിക്കും. വളർന്നു വരുന്ന തലമുറയിൽ കൃഷിയുടെ പ്രാധാന്യവും ജൈവ പച്ചക്കറികളുടെ മഹത്വവും വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ നക്ഷത്രവനത്തിൽ പുതിയ ഒരു അതിഥിയായി ഈ ടിഷ്യൂ കൾച്ചർ വാഴവിത്തും നമുക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു മാന്തൈ കൂടി ചേർന്നിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആചരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചു. അടിപൊളിയല്ലേ? നമുക്ക് ഈ മഴയോടെ വളർത്തിയാലേ സമ്മാനമുണ്ട്. ചുമ്മാന്നല്ല, അടിപൊളി സമ്മാനം വരുന്നുണ്ട്. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ട് അതിനാ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഫലം തരും അല്ലേ? മുട്ട മഴ ആര് വെട്ടുന്നു അവർക്ക് നല്ല കിടക്കാച്ചി സമ്മാനമുണ്ട് കേട്ടാ. കിണ്ണക്കാച്ചിയുടെ സമ്മാനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന്. എന്തോ ഒരു ഉഷാറില്ലാതെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ. നമുക്ക് ജൂൺ 5 അല്ലേ, പരിസ്ഥിതി ദിനമല്ലേ? ഒരു ഉഷാറില്ല, ഒന്ന് കഴിക്കോ? അത് നമ്മൾ നന്നായിട്ട് സംസാരിച്ച് നന്നായിട്ട് തെളിയണം അല്ലേ? ഓരോരുത്തർ സംസാരിക്കുന്നതുകൊണ്ടാണ് അടിപൊളിയായിട്ട് കേട്ടിരുന്ന മുതലേ നല്ല എനർജിയായിട്ട് സംസാരിക്കണം കേട്ടാ. ഏറ്റവും വലിയ വാഴക്കൊല ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക് നല്ല അടിപൊളി സമ്മാനം ടീച്ചർ കൊടുക്കുന്നത് മാത്രമല്ല കുമാർ നഴ്സറിയുടെ വകയായിട്ട് നല്ല അടിപൊളി സമ്മാനം വരുന്നുണ്ട്. ഓക്കെയാണോ? ഹാപ്പിയാണോ? അടിപൊളി. ബഹുമാനപ്പെട്ട നമ്മുടെ ഇളമ്പള്ളൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ, നമ്മുടെ കുമാർ നഴ്സറിയുടെ ഡയറക്ടർ, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, കുഞ്ഞുങ്ങളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് അല്ലേ? അപ്പം പരിസ്ഥിതി എന്ന് പറയുമ്പം നമ്മൾ അണുകുടുംബങ്ങളായിട്ട് കൊച്ചു വീട്, നല്ല വലിയ വീടുകൾ കൊച്ചു സ്ഥലത്ത് വെച്ചിട്ട്
നമ്മൾ ഇങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ ചുറ്റും മരങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് അല്ലേ? അപ്പം മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിച്ച് ഇപ്പം ഏകദേശം 10-15 വർഷങ്ങളായിട്ട് നമ്മൾ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഓരോ തൈകൾ തന്ന് നിങ്ങൾ അതിനെ നട്ട് പരിപാലിച്ച് നല്ല ഒരു വാഴവിത്താണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. കൂടാതെ വൃക്ഷത്തൈകൾ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ തരുന്നതായിരിക്കും. അപ്പം നല്ല വാഴവിത്തുകൾ, നല്ല ഇനം വാഴവിത്തുകളാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുവച്ചിട്ട് കാണാതെ ഒന്നും കണ്ടില്ലാന്ന് നടിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അങ്ങ് പോകരുത്. നല്ല വിലയുള്ള വാഴവിത്താണ്. ആ വാഴവിത്തിനെ നല്ല രീതിയിൽ നട്ട് പരിചരിച്ച് എല്ലാ ദിവസവും അതിനോടൊന്ന് സംസാരിക്കണം. കൈ വളർന്നോ കാല് വളർന്നോ, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളോട് സംസാരിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നടുന്നതായ ഓരോ സസ്യങ്ങളോടും നമ്മൾ സംസാരിക്കണം. സംസാരിക്കുമ്പോൾ അതിന് വളർച്ചയുണ്ടാകും. എല്ലാ ജീവജാലങ്ങൾക്കും ജീവനുണ്ട്. അതുപോലെ തന്നെ ഈ വൃക്ഷത്തിനും നമ്മൾ നടുന്ന ഓരോ ചെടികൾക്കും ജീവനുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് കേൾക്കാൻ പറ്റും, വളരാൻ പറ്റും. അതിന് കഴിക്കാനുള്ള ആഹാരം നമ്മൾ ഡെയിലി കൊടുക്കണം. അങ്ങനെ നമ്മൾക്ക് നല്ലൊരു ഭാവിയെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം, പരിശ്രമിക്കാം. കൂടാതെ ഈ തരുന്ന വിത്ത് നട്ട് ഓരോ മാസത്തിൽ അത് എത്രത്തോളം വളർച്ചയായി എന്നുള്ള ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലിടണം. ക്ലാസ് ഗ്രൂപ്പിലിട്ടിട്ട് അത് ഏറ്റവും നല്ല വലിയ കൊല വെട്ടുന്ന, അതായത് ഏറ്റവും വലിയ കൊലയാകുമ്പോൾ അതിൻ്റെ ഫോട്ടോയും എടുത്തണം. ഏറ്റവും വലിയ കൊല വെട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൻ്റെ വകയായിട്ട് ഒരു സമ്മാനം ഉണ്ടായിരിക്കും. വേണോ? വേണം. അപ്പം നിങ്ങൾ അവർ മണ്ണിലിറങ്ങി കിളച്ച് അധ്വാനിച്ച് അവർ കൃഷി ചെയ്ത് ആ വിഷമില്ലാത്ത ഫുഡുകൾ നമ്മൾ കഴിച്ചു. അവർ ഇന്ന് നിങ്ങൾ അങ്ങനെയാണോ കഴിക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ അതെങ്ങനെ ഒരു മാസം കൊണ്ട് വിളവെടുക്കാൻ വേണ്ടി അവർ രാസവളങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇട്ട് പെട്ടെന്ന് ഹോർമോണുകൾ ചെയ്തിട്ടുള്ള ഫുഡുകളാണ് നിങ്ങൾ കഴിക്കുന്നത്. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് തിരിച്ചു വരണം. നമ്മൾ നമ്മുടെ പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയിൽ നമ്മൾ കൃഷി ചെയ്ത് ആ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും മറ്റു കാര്യങ്ങളും നമ്മൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ രക്ഷകർത്താക്കളുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ട ഒരു അവബോധം നിങ്ങളിലുണ്ടാവണം. കുഞ്ഞുങ്ങൾക്ക് അറിവുണ്ടായി കുഞ്ഞുങ്ങളിൽ കൂടെ മാത്രമേ രക്ഷകർത്താക്കളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ, സമൂഹത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ, നിങ്ങളെ തന്നെയും രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതിനൊരു തുടക്കം കുറിക്കുകയാണ് ഈ പെനിയ സ്കൂൾ. അതിനുവേണ്ടി നമ്മുടെ കുമാർ നഴ്സറി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കുമാർ നഴ്സറിയെ കുറിച്ച് ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ സൂസമ്മ മാം അവർകൾ, എനിക്ക് എത്രയും പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, അതിലുപരി എൻ്റെ കുട്ടികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ആചരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചു. Day reminds us that nature is our greatest treasure. Trees gives us oxygen, rivers provide water, and animals help maintain the balance of our ecosystem. So, it is our responsibility to protect and conserve nature for future generations. Let us plant more trees, avoid wasting water, reduce plastic use, and keep our surrounding clean. Thank you. Founder Manager Sukarna Ma'am, Srimati Lalita Mika Ma'am, Member of Yammalur Gram Panchayat, Mr. Dinesh Kumar, the Managing Director of Kumar Nursery, Kollam, our Vice Principal Priya Ma'am, PRO Adul Sir, and it is my colleagues and my guests. Reminding ourselves of our responsibility to protect and preserve our nature. A warm and cheerful welcome to our respected Founder Manager, Mrs. Susama Ma'am. ഹലോ. അങ്ങനെ താണ്ട് 100 കുട്ടി കർഷകർക്കായിട്ട് 100 വാഴത്തൈകൾ താണ്ട് കൊടുക്കുന്നതാണ്. അന്നേരം ഹാപ്പി ആയല്ലോ, എല്ലാവരും ഹാപ്പിയായി, ഞങ്ങൾ സന്തോഷം. അന്നേരം ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഫ്യൂച്ചറിൽ നമുക്ക് കാണാം. ഓക്കെ.